ഹായ് എവരിബഡി, എല്ലാവർക്കും നമസ്കാരം. ലാസ്റ്റ് ഞാൻ ഹൗ ടു ബിക്കം എൻ RN ഇൻ കാനഡ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ടെക്സ്റ്റ് ചെയ്തു, കമൻ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് പഠിച്ചേ, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇങ്ങനെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സ്മോൾ വീഡിയോ ആയിട്ട് മലയാളത്തിൽ ചെയ്യാമെന്ന്. +2 വരെ ഞാൻ കേരളത്തിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ നഴ്സിംഗ് ആന്ധ്രയിലാണ് പഠിച്ചത്. ആന്ധ്രയിൽ പഠിച്ചു കഴിഞ്ഞ് ഐ ഹാവ് രജിസ്റ്റേർഡ് ദെയർ. അവിടെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് നാട്ടിൽ രജിസ്റ്റർ ചെയ്തു. നാട്ടിൽ നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഞാൻ നാട്ടിൽ 3 years വർക്ക് ചെയ്തത്. നാട്ടിൽ 3 years വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കാനഡയിലേക്ക് മൂവ് ചെയ്തത്. കാനഡയിലേക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻറ് വിസയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ RNൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണേ. നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാര്യം ഞാൻ വിചാരിച്ചത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഉടനെ എനിക്ക് കയറാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. ബട്ട് that didn't happen because it took a lot of time for the registration process. So it's always better നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. ഐ മീൻ അറ്റ്ലീസ്റ്റ് ഇത് സ്റ്റുഡൻറ് വിസയോടോ അല്ലെങ്കിൽ PR വിസയോടോ എന്തെങ്കിലും പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ നാട്ടിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ would be much better because processing times can vary. It depends on the province you're gonna practice. So ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പ്രൊവിൻസിലാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ റെഗുലേറ്ററി ബോഡിക്ക് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. ഞാൻ വർക്ക് ചെയ്യുന്നത് ടൊറോണോയിലാണ്. അപ്പോൾ ഒണ്ടാരിയോയിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്, CNO കോളേജ് ഓഫ് നഴ്സസ് ഓഫ് ഒണ്ടാരിയോ. സോ അവിടെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവർ നമ്മളോട് പറയും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന്. മെയിൻലി നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നഴ്സിംഗ് ഡിഗ്രി, എവിടെയാണോ വർക്ക് ചെയ്തത് അവിടുത്തെ എക്സ്പീരിയൻസ്, പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ, ആ രജിസ്ട്രേഷനിൽ നമ്മൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, പിന്നെ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി, ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഓതറൈസേഷൻ ടു വർക്ക്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ രജിസ്ട്രേഷന് വേണ്ടി വേണ്ടത്. ബട്ട് ആദ്യം നമ്മുടെ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് ഒക്കെ നമുക്ക് ലാസ്റ്റിലേക്ക് ചെയ്താൽ മതിയായിരിക്കും. ഞാൻ ചെയ്ത സമയത്ത് ആക്ച്വലി ഇറ്റ് വാസ് ലോങ് പ്രോസസ്. എനിക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 1 year 6 months എടുത്തായിരുന്നു. എസ്പെഷ്യലി കോവിഡ് ടൈമും കൂടെ ആയതുകൊണ്ട് ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. നമ്മുടെ നാട്ടിലെ നഴ്സിംഗ് എഡ്യൂക്കേഷനും ഇവിടുത്തെ നഴ്സിംഗ് എഡ്യൂക്കേഷനുമായിട്ട് മെറ്റായില്ലെങ്കിൽ ഗ്യാപ്പ് വരും. അപ്പോൾ ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചില ബ്രിഡ്ജിങ് കോഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സാമോ എഴുതേണ്ടി വരും. വൺസ് നമുക്ക് റെഗുലേറ്ററി ബോഡി എലിജിബിലിറ്റി തന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാം. നമ്മൾ വൺസ് എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ we are clear. വേറെ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ അതും ചെയ്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. So once you register, then you get a license number, then you can start practicing. I have a YouTube channel. I have created multiple videos on the same topic, so if you want you can check it out. So I hope this video helps.